الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വ ബോധത്തോടുകൂടി ജീവിക്കുകയും ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഒറ്റക്ക് ജീവിക്കുക സാധ്യമല്ല. വിപുലമായ ഒരുപാട് ബന്ധങ്ങളുടെ കണ്ണിയാണവൻ. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ബ്ലഡ് റിലേഷൻ അഥവാ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാവണം എന്നാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് എങ്കിലും പല വിധത്തിലുള്ള വിള്ളലുകളും പ്രയാസങ്ങളും തെറ്റി നിൽക്കലുകളും പിണക്കങ്ങളും എല്ലാമാണ് പലപ്പോഴും പല കുടുംബങ്ങളിലും അധികമായിട്ടുണ്ടാവുന്നത്. വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഒരുപാട് കാലം ഒരു കാര്യങ്ങളിലും ബന്ധപ്പെടാതെ നിൽക്കുന്നവരെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് അനന്തരാവകാശത്തിൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ ഈ രക്തബന്ധത്തിൽപ്പെട്ട പല ആളുകളും പരസ്പരം അകലുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അങ്ങനെയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്നാൽ പോലും ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ അവർ അതിനുശേഷം ഒരുപക്ഷെ തെരുവുകളിലോ വൃദ്ധസദനങ്ങളിലോ അന്തിയുറങ്ങുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഈ പറഞ്ഞ സാമൂഹ്യ സാഹചര്യങ്ങളൊന്നും
മുസ്ലിം സമൂഹത്തിലും കുറവല്ല. പൊതുവെ മനുഷ്യ സമൂഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിലും കുറവല്ല. ആരാധനകളിൽ ഒരു വേള കാർക്കശ്യം കാണിക്കുന്നവർ പോലും, ഒരുപക്ഷെ 5 നേരം മുറ തെറ്റാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും ഈ രംഗത്ത് അഥവാ കുടുംബ ബന്ധം സ്ഥാപിക്കുകയും സുദൃഢമായി നിലനിർത്തുകയും ചെയ്യുന്ന വിഷയത്തിൽ വളരെ പുറകിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ കരുണയും അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗവുമാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികളോ ചിന്തകളോ രീതികളോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നാം തിരുത്തിയേ മതിയാവുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം നിശ്ചയിക്കുന്നത് കുടുംബ ബന്ധം എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറയുകയുണ്ടായി, ഖാലല്ലാഹു അസ്സ വജല്ല അനല്ലാഹു വ അനർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ റഹ്മാനാണ്, പരമകാരുണികനാണ്. ഖലഖ്തുർ റഹിമ, ഞാൻ കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. വശഖഖ്തു ലഹാ ഇസ്മൻ മിൻ ഇസ്മി, എൻ്റെ നാമത്തിൽ നിന്നുള്ള അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണമായ റഹ്മാൻ എന്ന പദത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കുടുംബം എന്നതിന് റഹിം എന്ന ആ പദം നൽകിയിട്ടുള്ളത്. അഥവാ എൻ്റെ നാമത്തെ, എൻ്റെ പേരിനെ നാം പകുത്തു നൽകിയതാകുന്നു കുടുംബബന്ധം എന്നത്. അതുകൊണ്ട് ഫമൻ വസലഹ വസൽതുഹു, ആർ ആ ബന്ധം സ്ഥാപിക്കുന്നുവോ അവനുമായിട്ടാണ് ഞാൻ ബന്ധം സ്ഥാപിക്കുക. വമൻ ഖതഅഹ ഖതഅതുഹു, ആ ബന്ധത്തെ ആരാണോ വിച്ഛേദിക്കുന്നത്, മുറിച്ചു കളയുന്നത്, അവനുമായിട്ടുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കുന്നതാണ്. എത്ര ഗൗരവമാണ് ഈ തിരുവചനം! അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ കുടുംബ ബന്ധം സ്ഥാപിച്ചേ പറ്റൂ. അത് പാലിക്കപ്പെടാത്ത ആളുകളോട് അള്ളാഹുവിന് യാതൊരു ബന്ധവുമില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ കയ്യിൽ വളരെ വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു ഐഫോൺ ഉണ്ട് എന്ന് കരുതുക. പക്ഷേ ആ ഐഫോണിന് കണക്ഷൻ ഇല്ല, അതിൽ സിമ്മില്ല, അതിന് കണക്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ആ ഫോണ് കൊണ്ട് എന്തൊരു പ്രയോജനമാണ് ഉണ്ടാവുക? അതുപോലെ നമ്മുടെ അടുക്കൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, സക്കാത്തുണ്ട്, പുണ്യകർമ്മങ്ങളുണ്ട്. പക്ഷേ ആ ചെയ്ത കർമ്മങ്ങൾക്കൊന്നും അള്ളാഹുവുമായിട്ട് കണക്ഷൻ ഇല്ല. എങ്ങനെയാണെങ്കിൽ നാം ഈ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആ കാര്യങ്ങളൊന്നും തന്നെ എത്തിച്ചേരുകയില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്ന കുടുംബത്തിൻ്റെ ആ ചിത്രങ്ങളെ സംബന്ധിച്ച് പല ആളുകളും പല രൂപത്തിൽ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ബ്രിട്ടനിലെ ആർച്ച് ബിഷപ്പ് പറയുന്നത്, ഞങ്ങൾക്ക് ഇസ്ലാമിലെ കുടുംബജീവിതത്തിൻ്റെ രൂപങ്ങൾ അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്നാണ്. അദ്ദേഹം പറയുന്നത്, ഇസ്ലാമിലെ കുടുംബം എന്ന് പറയുന്നത്, ആ കുടുംബരംഗത്തുള്ള നിർദ്ദേശം എന്നുള്ളത് എത്രമാത്രം സുന്ദരമാണ്, മനോഹരമാണ്. ഞങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, ഭാര്യാഭർത്തൃ ബന്ധം സുദൃഢമാക്കാൻ, കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമേകാൻ, സമൂഹം കെട്ടുറപ്പുള്ളതാക്കാൻ ഇസ്ലാമിലെ കുടുംബജീവിത രീതിയാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ളത് എന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള ബന്ധത്തോടൊപ്പം ഒറ്റ ശ്വാസത്തിലാണ് അള്ളാഹു കുടുംബബന്ധത്തെ പറയുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരെയല്ല. ആ ആയത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, നിർത്താനില്ല, ഒരു വഖഫില്ല, രണ്ടും ചേർത്താണ്. നിങ്ങൾ പരസ്പരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ചോദിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബബന്ധത്തെയും സൂക്ഷിക്കണം.
ഒറ്റ ശ്വാസത്തിൽ. അഥവാ തഖ്വയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അതേ ശ്വാസത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ഗൗരവത്തോടു കൂടി തന്നെ നാം അത് കാണേണ്ടതാണ്. അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമാകാൻ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന സമയത്ത് അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, നിങ്ങൾ എന്താണ് ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളോട് കൽപ്പിക്കുന്നത്, ഞങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർസലനി ബിസിലത്തിൽ അർഹാം വകസ്രിൽ ഔസാൻ വഅൻ യുവഹിദല്ലാഹ ലാ യുശ്രികു ബിഹി ശൈആ. അല്ലാഹ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, നിങ്ങളോട് പറയാൻ, ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ എന്നെ അയച്ചിട്ടുള്ളത് കുടുംബ ബന്ധം ചേർക്കണമെന്നാണ്. അതുപോലെ തന്നെ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുകയും ശിർക്ക് ചെയ്യാതെ ജീവിക്കുകയും ചെയ്യണമെന്നാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ കുടുംബ ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഹദീസിൽ തൗഹീദിനെ കുറിച്ച്, നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ അർസലനി ബിസിലത്തിൽ അർഹാം, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഇക്കാര്യം എടുത്തു കൊടുത്തിട്ടുണ്ട്. കുടുംബ ബന്ധത്തെയും തൗഹീദിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറനഹാ ബിത്തൗഹീദ്, തൗഹീദുമായി യോജിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള വിഷയമാണ്. റോമ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അബൂ സുഫിയാനോട് ഹിർക്കൽ രാജാവ് ഈ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, മാതായ ഉമുറുക്കും, മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഉഅ്ബുദുല്ലാഹ് വഹ്ദഹു വലാ തുശ്രികൂ ബിഹി ശൈഅ വത്റുകൂ മാ യഖൂലു ആബാഅകും വയഅ്മുറുനാ ബിസ്സലാത്തി വസ്സകാത്തി വൽ അഫാഫ വസ്സില. നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, സദാചാരം പുലർത്തണം, അതോടുകൂടി തന്നെ നിങ്ങൾ കുടുംബ ബന്ധം പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം കൽപ്പിക്കുന്നത് എന്നാണ് അബൂ സുഫിയാൻ ഹിർക്കൽ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. മാതാപിതാക്കൾ, മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, അങ്ങനെ തുടങ്ങുന്ന ആ കുടുംബ ബന്ധത്തിലെ അംഗങ്ങൾ ആ സുദൃഢമാക്കുക, ആ ബന്ധം എന്നത് ഇത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള വിഷയമാണ്. ഇനിയോ അത് പാലിക്കാൻ ആരെങ്കിലും മടി കാണിച്ചാൽ, അതല്ലെങ്കിൽ ആരെങ്കിലും ആ കുടുംബ ബന്ധം ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ വിച്ഛേദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഅ്മാല ബനി ആദമ തുറലു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ ഫലാ യുഖ്ബലു അമലുൻ ഖാതി റഹിമിൻ. ആദം സന്തതികളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ എല്ലാ വ്യാഴാഴ്ചയും അഥവാ വെള്ളിയാഴ്ച രാവിൽ ലൈലത്തുൽ ജുമുഅ അള്ളാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വെള്ളിയാഴ്ച രാവിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫലാ യുഖ്ബലു അമലുൻ ഖാതി റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവന്റെ അമലുകൾ അള്ളാഹ് സ്വീകരിക്കുകയില്ല. എല്ലാ ആഴ്ചയിലും നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒന്നിച്ച് അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുകളാണോ നമ്മളെങ്കിൽ നമ്മൾ ചെയ്ത അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ലാ യുജാലിസുനൽ യൗമ ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ച ആരും എൻ്റെ കൂടെ ഇരിക്കരുത്, എൻ്റെ കൂടെ ഇരിക്കരുത്, കുടുംബ ബന്ധം വിച്ഛേദിച്ചിട്ടുള്ള ആരും എൻ്റെ കൂടെ ഇരിക്കരുത്. എന്നിട്ട് പ്രവാചകൻ അതിന്റെ കാരണം പറയുന്നത്, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല
കുടുംബ ബന്ധം വിച്ഛേദിച്ചവരുള്ള ഒരു സദസ്സിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു പോകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുമ്പോ ആ കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിന്റെ പ്രാധാന്യം, അത് മുറിച്ചു കളയുന്നതിന്റെ ഗുരുതരാവസ്ഥ എത്രമാത്രമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ക്ലാസ് എടുത്ത് അവസാനം അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉൻഷിദുല്ലാഹ ഖാതിയ റഹ്മിൻ ലമാ ഖാമ അന്നാ. ഈ കുടുംബ ബന്ധം വിച്ഛേദിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം. കാരണം ഫഇന്നാ നുരീദു അൻ നദ്ഉ റബ്ബനാ, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. പ്രസംഗം കഴിഞ്ഞു, അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്. ആ പ്രാർത്ഥന നിർവഹിക്കാൻ ഒരുങ്ങുകയാണ്. കുടുംബ ബന്ധം വിച്ഛേദിച്ചവരാരെങ്കിലും ഉണ്ടോ, അവർ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്ന അബ്വാബസ് സമാഅ മുർതജ്ജത്തുൻ ദൂന ഖാതി റഹ്മിൻ. കുടുംബ ബന്ധം വിച്ഛേദിച്ചവന്റെ മുമ്പിൽ ആകാശത്തിന്റെ ആ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല, അത് കൊട്ടിയടക്കപ്പെടും. അഥവാ മുകളിലേക്ക് കേറൂല. പ്രാർത്ഥിച്ചിട്ട് കാര്യല്ല, ആകാശത്തിന്റെ കവാടത്തിന്റെ മുകളിലേക്ക് അത് പോകൂല, ആ കവാടം കൊട്ടിയടക്കപ്പെടും. കാരണം കുടുംബ ബന്ധം വിച്ഛേദിച്ചതാണ് കാരണം. അതിനാൽ ഞാൻ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ബന്ധം വിച്ഛേദിച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റു പോകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ക്ലാസിന്റെ അവസാനം പറഞ്ഞതായി നമുക്ക് കാണാം. ഇനി നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണല്ലോ ദീർഘായുസ് ലഭിക്കണം എന്നത്. അല്പം കൂടി ഈ ദുനിയാവിൽ ഒരു നിമിഷമെങ്കിലും ജീവിക്കാനുള്ള അധിക അവസരം ലഭിച്ചാൽ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെ ദീർഘായുസ് ലഭിക്കണം. അതുപോലെ തന്നെ ജീവിത വിശാലതയുണ്ടാകണം. അന്നത്തിന് മുട്ടുവരരുത്, ഒരു പ്രയാസമുണ്ടാകരുത്, നന്നായി ഭക്ഷണം കഴിക്കാനുണ്ടാവണം. അപ്പോ ദീർഘായുസും അതുപോലെ തന്നെ ഭക്ഷണ വിശാലതയും ഉണ്ടാവണം എന്ന് എല്ലാ സഹോദരന്മാരും ആഗ്രഹിക്കുന്നതാണ്. അതിനുള്ള ഒരു എളുപ്പ വഴി പ്രവാചകൻ പറഞ്ഞു തരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ്. മൻ അഹബ്ബ അൻ യബ്സുത ലഹു റിസ്ഖഹു, ആർക്കെങ്കിലും തന്റെ ഉപജീവനം വിശാലമാകണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ വയുൻസഉ ലഹു ഫീ അസരിഹി, അതുപോലെ തന്നെ അവന് ദീർഘായുസ് ലഭിക്കണം എന്നും ആഗ്രഹമുണ്ട് എങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. അപ്പോ ദുനിയാവിലും കാര്യമുണ്ട്, നമ്മുടെ ഐഹിക ജീവിതത്തിലും കാര്യമുണ്ട്. നമുക്ക് ദീർഘായുസ് ലഭിക്കുവാനും നമ്മുടെ ഉപജീവനം വിശാലമാകുവാനും അതിലൊക്കെ അള്ളാഹുവിന്റെ ബർക്കത്തും റഹ്മത്തുമെല്ലാം ഉണ്ടാകുവാനും ഈ പറഞ്ഞ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനവുമായി ഏറ്റവും അടുത്ത് ബന്ധിച്ചിരിക്കുന്നു. മുഅല്ലഖത്തുൻ, ബന്ധിതമാണ് ഈ കുടുംബ ബന്ധം എന്നത്. അള്ളാഹുവിന്റെ അർശുമായി ബന്ധിതമാണ്, അഥവാ ഏറ്റവും അടുത്ത് കിടക്കുന്നതാകുന്നു. അതുകൊണ്ട് മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ആർ അതിനെ ചേർത്തുവോ അവനുമായി അള്ളാഹുവും ചേർത്തുന്നതാണ്. ആരതിനെ മുറിച്ചുവോ അള്ളാഹുവും അവനുമായി മുറിക്കുന്നതാണ് ബന്ധം എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ വിചാരണ ചെയ്യുന്ന ആ സമയത്ത് സിറാത്തിലൂടെ നാം നീങ്ങുന്ന ആ സമയത്തെക്കുറിച്ച് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വതുർസലുൽ അമാന വറഹമു ഫതഖൂമാനി ഇലാ ജംബതയ സിറാത്ത യമീനം വശിമാല. ആ സിറാത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോ ആ സിറാത്തിന്റെ രണ്ട് ഭാഗത്തുമായി കൊണ്ട് ഒരു ഭാഗത്ത് അമാനത്ത് വിശ്വസ്തതയും മറുഭാഗത്ത് കുടുംബ ബന്ധവും നിലയുറപ്പിച്ചിരിക്കും.
അതിൽ പരാജയപ്പെട്ട ആളുകളെ ആ രണ്ട് ഭാഗത്തു നിന്നും വലിച്ച് നരകത്തിലേക്ക് വലിച്ചിടും. അതുകൊണ്ട് നാം നമുക്ക് പോകാനുള്ള സിറാത്ത് എന്ന് പറയുന്ന ആ വഴിയിലൂടെയും നമുക്ക് തടസ്സമാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും കുടുംബബന്ധത്തിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കേണ്ടതാണ്. അപ്രകാരം പ്രവാചകൻ പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിക്കുന്ന ഹദീസിൽ ലാ യദ്ഖുലുൽ ജന്നത ഖാതിർ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. പ്രവാചകൻ തീർത്തു പറഞ്ഞതാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന മേഖലയാണ് നമ്മുടെ ഈ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മേഖല എന്നത് ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ടതാണ്. അതുപോലെ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകന് അലി എന്ന് പേരുണ്ടായിരുന്നു. ആ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ലി വലദിഹി, തന്റെ മക്കളോട് പറയാണ്, യാ ബുനയ്യ ലാ തസ്ഹബന്ന ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരുമായി നിങ്ങൾ കൂട്ടുകൂടരുത് കേട്ടോ. നിങ്ങൾ അവരുമായി ചങ്ങാത്തം കൂടരുത്, അവരെ നിങ്ങൾ കൂട്ടുകാരായി തെരഞ്ഞെടുക്കരുത്. കാരണം എന്താ? ഫഇന്നി വജത്തുഹു മൽഊനം ഫീ കിതാബില്ലാഹ് ഫീ സലാസതി മവാത്തിൻ, അള്ളാന്റെ കിതാബില് അഥവാ വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് 3 സ്ഥലങ്ങളിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, നീ ഒരിക്കലും കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടാൻ പോകരുത്. എന്നിട്ട് അദ്ദേഹം 1-ാമത്തെ ആയത്ത് പറയുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 25-ാമത്തെ വചനം, വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ലഹുമുൽ ലഅനതു, അവർക്കാണ് ലഅനത്ത്. അവിടെ കുടുംബബന്ധം, അള്ളാഹുമായിട്ടുള്ള കരാർ അത് പാലിക്കണമെന്നും ആ കരാർ ലംഘിക്കരുതെന്നും പറയുന്ന ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് ലഅനത്തുണ്ട്. അഥവാ അള്ളാഹുവുമായി എടുത്തിട്ടുള്ള കരാറാണ് കുടുംബബന്ധം പാലിക്കുക എന്നുള്ളത്. അത് ലംഘിക്കുന്നവൻ ആ കരാറിനെ ലംഘിക്കുകയാണ്. ആ കരാർ ലംഘിക്കുന്നവന് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് സൂറത്തുർ റഅദിൽ പഠിപ്പിക്കുന്നു. അതുപോലെ സൂറത്തു അൽ ബഖറയിലെ 27-ാമത്തെ വചനത്തിലും വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ആശയം പഠിപ്പിക്കുന്നു. അവിടെയും അവർക്ക് നാശമാണ് എന്ന് പറയുന്നു. അതുപോലെ സൂറത്ത് മുഹമ്മദിലെ 47-ാം അധ്യായം 22, 23 ആയത്തുകളിലും പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ ഇതേ ആശയം പറയുന്നു. അഥവാ അള്ളാഹുവിന്റെ ശാപ കോപങ്ങൾക്ക് വിധേയരായവരാണ് കുടുംബബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ എന്ന്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു ലിസാഹിബിഹി അൽഉഖൂബ ഫിദ്ദുനിയാ മിസ്ലൽ ബഗ്യി വഖതിഅതു റഹ്മിൻ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പൊടുന്നനെ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ദുഷ്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്, അഥവാ വ്യഭിചരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുക എന്നതും. ദുനിയാവും തന്നെ കാണാൻ പറ്റും അതിന്റെ പരിണിത ഫലം. ആ ബന്ധം മുറിക്കുന്ന ആളുകൾ അവർ നല്ല സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി കഴിഞ്ഞുകൂടുകയില്ല. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ദുരന്തവും അതിൻ്റെ പ്രയാസവും അവർ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന. അപ്പൊ ചില ആളുകളൊക്കെ പറയാറുള്ളത്, എന്താ ചെയ്യാ, ഞാൻ എത്ര അങ്ങോട്ട് നല്ലോണം നിൽക്കാൻ നോക്കിയാലും ഇങ്ങോട്ട് നിൽക്കൂല എന്ന. പലരുടെയും വാദമാണത്. വാപ്പനോട് അങ്ങോട്ട് നല്ലോണം നിന്നാലും വാപ്പ അങ്ങോട്ട് നല്ലോണം നിൽക്കൂല, അല്ലെ മക്കളോട് നല്ലോണം നിന്നാലും ഇങ്ങോട്ട് നിൽക്കൂല, അല്ലെ ജ്യേഷ്ഠാനുജന്മാരോട് അങ്ങനെ ചെയ്താൽ അവരിങ്ങോട്ട് നിൽക്കൂല. ഇത് പല ആളുകളുടെയും വാദമാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ലൈസൽ വാസിയു ബിൽ മുക്കാഫി, തൂക്കമൊപ്പിക്കുന്നവനല്ല മുഅ്മിൻ. ഇങ്ങോട്ട് നിന്നാൽ അങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ട് നല്ലോണം നിന്നാൽ അങ്ങോട്ടും അങ്ങനെ നിൽക്കുക എന്ന് തൂക്കമൊപ്പിക്കുന്നവനല്ല വിശ്വാസി. വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ, നിങ്ങളോട് ബന്ധം മുറിച്ചാലും ആ ബന്ധം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അങ്ങോട്ടത് സുദൃഢമാക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പൊ നമ്മൾ ആ ന്യായം അവിടെ പൊളിഞ്ഞില്ലേ? നമ്മുടെ ആ ന്യായം പൊളിഞ്ഞു. ഇങ്ങോട്ട് വല്ല ഞാൻ എങ്ങനെ അങ്ങോട്ട് നല്ലോണം നിന്നാലും
ഇങ്ങോട്ടവർ ഒരു നിലക്കും നന്മ പുലർത്തുന്നില്ല, നല്ല ചിന്ത അവർക്കില്ല എന്നത് ആ വാദം പൊളിയുകയാണ്. ഇങ്ങോട്ടങ്ങനെ നിന്നാലും അങ്ങോട്ടങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം നിങ്ങൾ മുഅ്മിനാണ്, നിങ്ങൾ മുഅ്മിനാണ്, അവരും ആ മുഅ്മിനാണെന്ന ബോധം അവർക്കുണ്ടാക്കിയെടുക്കണം. അങ്ങനെ ആ കുടുംബ ബന്ധത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും എന്തു തന്നെ സംഭവിച്ചാലും എൻ്റെ ഈ ബന്ധം ഞാൻ മുറിക്കുകയില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, വീടുകളിൽ കൂടാൻ വേണ്ടി പോവുക, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർഷങ്ങളിലോ ഒഴിവുള്ള കാലങ്ങളിലോ ഒക്കെ കൂടാൻ വേണ്ടി പോവുക, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ നിലനിന്നിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ വലിയ വലിയ ചൈന വൻമതിലിനെ പോലെയുള്ള കോമ്പൗണ്ട് വാളുകളെ കൊണ്ട് നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരുടെ വീടുകൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച ഒരു കാലഘട്ടത്തിൽ ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു അത്യാവശ്യ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട ബന്ധമാണെന്ന് നാം തിരിച്ചറിയുക. നമുക്ക് ദീർഘായുസ്സും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ജീവിത വിശാലതയും ലഭിക്കുവാൻ ഏറ്റവും ഉപകരിക്കുന്ന ഭൗതിക ലോകത്ത് തന്നെ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണെന്നും നാം തിരിച്ചറിയുക. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅ്മതി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ സഹ്ബിഹി വഅജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസിക്കും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. രാജ്യവ്യാപകമായി SIR സ്റ്റേറ്റ് വൈഡ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ നടപ്പിലാക്കാൻ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു തീവ്ര പരിശ്രമത്തിനിറങ്ങിയിട്ടുള്ള സന്ദർഭത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ബീഹാറിൽ SIR നടപ്പിലാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുപോലെ ഇനി നിയമസഭ ഇലക്ഷനുകൾ നടക്കാനുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത 4-ാം തീയതി മുതൽ ഒരു മാസക്കാലം നമ്മുടെ വീടുകളിൽ എന്യൂമറേറ്റർമാർ, വീടുകൾ BLOമാരുമൊക്കെ നമ്മുടെ വീടുകളിൽ വരികയും അതിനുവേണ്ടിയുള്ള ഫോമുകൾ നൽകുകയും രേഖകൾ ശേഖരിക്കുകയും എല്ലാം ചെയ്യും. നാം വളരെ ഗൗരവത്തോടു കൂടി നിൽക്കേണ്ടുന്ന സന്ദർഭമാണിത്. നമ്മുടെ വീട്ടിൽ നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഇത് ബോധവൽക്കരിച്ചു കൊടുക്കുകയും അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടുന്ന അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2002 വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്. ആ വോട്ടർ പട്ടികയിൽ ഉള്ളവരാണെങ്കിൽ, മാതാപിതാക്കൾ ആ വ്യക്തികൾ അതിലുള്ളവരാണ് എങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് രേഖകളൊന്നും നൽകേണ്ടതില്ല. അവർക്ക് ആ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി. അതുപോലെ തന്നെ ആ രേഖയിലുള്ളവരുടെ മക്കളാണെങ്കിലും അവർക്കും ആ ഫോം മതിയാവുന്നതാണ്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഏകദേശം ഒരു 30, 35, 40 വയസ്സിനിടയിൽ ജീവിക്കുന്ന ആളുകൾ ഈ രൂപത്തിലുള്ളവരായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ആ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രേഖകളിൽ 11, 12 രേഖകളിൽ അവിടെ നമ്മുടെ ആധാർ കാർഡ്, സുപ്രീം കോടതിയുടെ ഇടപെടൽ അനുസരിച്ചുകൊണ്ട് ആധാർ കാർഡ് അടക്കമുള്ള നമ്മുടെ രേഖകളിൽ പലതും നമ്മൾ അത് അവർക്ക് അത് നൽകേണ്ടി വരും. ആ രൂപത്തിലുള്ള സജ്ജീകരണം നമ്മൾ എല്ലാവരും നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ അവഗണന നിമിത്തം നമ്മൾ അതിൽ നിന്ന് ഒഴിവായിപ്പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇനിയൊരു SIR നടക്കുക ഒരു പക്ഷേ 15, 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ആ കാലഘട്ടത്തിൽ അതിനെ അടിസ്ഥാനമായിട്ടെടുക്കുക ഈ പറഞ്ഞതുപോലെ 2025 നടക്കുന്ന ഈ SIR ആണ് എങ്കിൽ അതിൽ നമ്മൾ ആരെങ്കിലും ഇടം പിടിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വോട്ടവകാശം ഉണ്ടാവുകയില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന നമ്മുടെ തലമുറകളൊന്നും ഇന്ത്യക്കാരേ അല്ല. ഇവിടെ നിന്ന് നാട് കടത്തപ്പെടും നമ്മൾ. ആ രൂപത്തിലുള്ള നിയമവ്യവസ്ഥകളാണ്. നമ്മളതിലില്ല എങ്കിൽ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല.
അതിനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഇത് ദിനം പ്രതി നമ്മുടെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും അതുപോലെയുള്ള മീഡിയകളിലൊക്കെ ദിനം പ്രതി വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഗൗരവത്തോടു കൂടി വായിക്കുകയും അറിയുകയും നമ്മുടെ വീട്ടിലുള്ളവരെ അടക്കം വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുകയും അതിന് രാഷ്ട്രീയ സംഘടനകൾ വേണം, അതുപോലെ തന്നെ മതസംഘടനകൾ വേണം, സാംസ്കാരിക സംഘടനകൾ വേണം. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരാളും തന്നെ ഇതിൽ നിന്ന് ഒഴിവാകാതെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. കാരണം എന്താ, നമ്മളല്ലാത്ത ആളുകൾ അതിൽ നിന്ന് ഒഴിവായി പോയാലും പിന്നീട് അതിലേക്ക് കയറിപ്പറ്റുവാനുള്ള മറ്റു വഴികൾ അവിടെയുണ്ട്. അവർക്ക് ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ കുടിയേറ്റക്കാരാണ്. എൻ്റെ പേര് വോട്ടർ പട്ടികയില്ലല്ലോ. അല്ല, എന്തേ ഞാൻ ബംഗ്ലാദേശിലായിരുന്നു, അവിടെ ഇവിടെ വിട്ടതാ, എന്നാ വെച്ചാൽ കയറിക്കോ എന്ന് പറയാനും അംഗീകരിക്കാനും ആളുകളുണ്ട്. മുസ്ലിങ്ങൾ ഒഴികെ മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ പ്രശ്നമല്ല. അഥവാ അവരതിൽ നിന്ന് ഒഴിവായാലും തിരിച്ചതിലേക്ക് കയറാൻ മാർഗമുണ്ട്. അപ്പം ഈ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. ആ രൂപത്തിൽ തന്നെ അതിനെ കാണുകയും ഈ വിലയിരുത്തുകയും എല്ലാവരെയും ബോധവൽക്കരിക്കുകയും ചെയ്യണം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സംഘടനകളും ഇതിൽ ഭാഗവാക്കാകുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മഗ്‌രിബിന് ശേഷം ഇവിടെ വെച്ചുകൊണ്ട് പാരന്റിംഗ് മേഖലയിലെ തുടർ പഠന പരിശീലന പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ഹുസൈൻ സാറിൻ്റെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് മഗ്‌രിബിന് ശേഷം പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട്. ഇന്ന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പാരന്റിങ്, അഥവാ കുട്ടികളെ എങ്ങനെയാണ് ഈ ആധുനിക കാലത്ത് വളർന്നു വരുന്ന തലമുറയെ എങ്ങനെ നോക്കണം, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് മഗ്‌രിബിന് ശേഷം ഇവിടെ നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറുവങ്ങാട് CC സുബൈദ എന്ന് പറയുന്ന ഒരു സഹോദരി കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. സർവാധിനാഥനായ റബ്ബേ, കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ ഈ കേട്ടതും അറിഞ്ഞതുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. വളരെ ശക്തമായ ഭദ്രമായ ഒരു കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.